ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് നാളത്തെ മാർക്കറ്റിനകത്തേക്കുള്ള ലെവൽസ് നോക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിരുന്ന ലെവൽസ് കാര്യങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ഏത് രീതിയിൽ വർക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലോങ് ടൈം കുറേ ദിവസങ്ങളിലായിട്ട് കൺസിഡർ ചെയ്ത് പോയിരുന്ന ലെവൽസ് ബ്രേക്കൗട്ട്, ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്ത് ഒരു അത്യാവശ്യം നല്ലൊരു റാലി കഴിഞ്ഞ ദിവസം നന്ന് കണ്ടിരുന്നു. ഇന്നലെ നമ്മൾ കഴിഞ്ഞ രീതിയിൽ സംസാരിച്ചിരുന്നത് ഒന്നുകിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട്, ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ഗ്യാപ്പ് അപ്പിലോ ഒരു ഗ്യാപ്പ് ഡൗണിലോ വരുന്ന കേസ് പറഞ്ഞു. അതിന് കൂടെ തന്നെ ഒരു കൺസോൾട്ടേഷൻ്റെ സംഭവങ്ങളും പറഞ്ഞിരുന്നു. ആ രീതിയിൽ തന്നെയായിരുന്നു മാർക്കറ്റ് ഏകദേശം സമയങ്ങളൊക്കെ വർക്ക് ചെയ്ത് വലിയൊരു മൂവ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ ബാങ്ക് നിഫ്റ്റിയിലോ മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം നമ്മൾ ആ മാർക്ക് ചെയ്തിരുന്ന ഏരിയയിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പം ഇന്ന് ഓപ്പൺ ചെയ്തിരുന്നത് ചെറിയൊരു ഇതിലായിരുന്നെങ്കിലും പോസിറ്റീവ് ക്യാൻഡിലായിരുന്നെങ്കിൽ പോലും ഇന്ന് വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ വന്നില്ല. നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഒരു ഏരിയക്കകത്ത് തന്നെയായിരുന്നു മാർക്കറ്റ് ഏകദേശം സമയങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. നമ്മളിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം ഈ ലെവൽസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ മാർക്ക് ചെയ്തിരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയക്കകത്ത് തന്നെയായിരുന്നു ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന എല്ലാം ബാക്കിയായിരുന്നു. ഈ ഒരു ഏരിയക്കകത്ത് നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഈ ഒരു ഏരിയക്കകത്തായിരുന്നു മാക്സിമം ഉണ്ടായിരുന്ന മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 284 പോയിന്റ്. ആ ഒരു 284 പോയിന്റിൻ്റെ റേഞ്ചിൽ തന്നെയായിരുന്നു മാർക്കറ്റ് മോർണിംഗ് മുതൽ ഈവനിങ് വരെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഏരിയക്കകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വലിയ ചെറിയ സ്കാൽപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലൊരു മാർക്കറ്റ് ആയിരുന്നു. പക്ഷേ സ്കാൽപ്പിംഗ് ആണെങ്കിൽ പോലും നാളെ എക്സ്പയർ ചെയ്തുകൊണ്ട് തന്നെ മെൽറ്റിങ് നന്നായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വളരെ ക്വിക്കായിട്ടുള്ള 1-2 ഏരിയകളിൽ മാത്രമേ നമുക്കൊരു സ്കാൽപ്പിങ്ങിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിനകത്ത് ഇവിടെ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. നമുക്ക് ഇന്നത്തെ ദിവസങ്ങളിൽ തന്നെ പലതവണ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ സംഭവങ്ങൾ. ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ മുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് ഈ ഒരു ഏരിയക്കകത്ത് മുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് ഒരു ക്യാൻഡിലൂടെ ക്വിക്കായിട്ട് വന്ന് പുൾ ബാക്ക് എടുത്ത സമയത്ത് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്കൊരു ഓർഡർ പർച്ചേസ് ചെയ്യായിരുന്നു. ഓർഡർ ആയിരുന്നു നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഈ മുകളിലുള്ള ഈ ഒരു ലെവൽ ടാർഗറ്റാക്കി വെച്ചുകൊണ്ട് നമുക്ക് ഏകദേശം ചെയ്യാൻ പറ്റിയത് 166 പോയിന്റ്, 100 പോയിന്റിനടുത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. കാരണം ആ ഒരു പോയിന്റ്സ് അത് അത്രയും നമുക്ക് ഏകദേശം കവർ ചെയ്തെടുക്കായിരുന്നു. കാരണം ഏകദേശം അത്രയും സംഭവങ്ങൾ പോയിന്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു 4-5 ക്യാൻഡിലാണ്. 1, 2, 3, 4, 5 ക്യാൻഡിലാണ്. ഏകദേശം 3 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാം. സോ ഒരു മെൽറ്റിങ്ങിൻ്റെ കേസുകൾ നമുക്ക് അധികം എഫക്റ്റ് ചെയ്യാതെ തന്നെ ആ ഒരു ടാർഗറ്റ് നമുക്ക് ചെയ്തെടുക്കാമായിരുന്നു. നമ്മുടെ ലെവൽസ് നോക്കിയിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ സ്കാൽപ്പിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതല്ലാത്ത രീതിയിൽ നമുക്ക് അധികം സ്കോപ്പും കാര്യങ്ങളും ഒരു ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു മാർക്കറ്റിൻ്റെ രീതിയിലായിരുന്നില്ല. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി നാളെ എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ കേസ് ആണെങ്കിൽ മറ്റന്നാൾ നിഫ്റ്റി എക്സ്പയറി ആണ്. സോ അധികം കൂടുതൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ഓപ്ഷൻ ബൈയേഴ്സിന് പറ്റുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നില്ല ഇന്നത്തെ കേസിൽ. സോ എന്നാലും 1-2 ചാൻസസ് ഉണ്ടായിരുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഗ്രീനിലാണെങ്കിൽ തന്നെ നമുക്ക് അധികം ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നില്ല. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ആ രീതിയിലായിരുന്നു. എന്നാലും നമ്മുടെ ലെവൽസിനകത്ത് നമുക്ക് കാണാം ഈ ഒരു ഏരിയക്കകത്തായിരുന്നു മാർക്കറ്റ് ഏകദേശം നേരം നമ്മൾ ഈ കാണുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഒരു ഏരിയക്കകത്ത് തന്നെയായിരുന്നു. ഒരു കൺസോൾട്ടേഷൻ സംഭവം തന്നെയാണ് മാർക്കറ്റ് ഏകദേശം ഓപ്പണിംഗ് മുതൽ ഈവനിങ് വരെ ഇതാക്കിയിരുന്നത്. അതിലും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന സെക്ഷനിൽ ഏകദേശം സമയം നമ്മൾ ആ ഏരിയക്കകത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ഈ പറയുന്ന രീതിയിൽ ഒരു അപ് ട്രെൻഡിലേക്ക് തന്നെയാണ്. കാരണം ഒരു ഡൗൺ സൈഡ് ഫാൾ എന്നുള്ള രീതിയിലോ അത്യാവശ്യം പോയിന്റ്സ് കയറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ 2 ദിവസം കഴിഞ്ഞ് എക്സ്പയറിക്ക് 2 ദിവസം മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു സ്കാൾപ്പിംഗ് രീതിയിൽ മാത്രമുള്ള ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. മെൽറ്റിംഗ് ഉണ്ടാവുമായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും മാർക്കറ്റ് ഗ്രീനിലാണെങ്കിൽ പോലും 1-2 ചാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ രീതിയിൽ തന്നെ ഈ ഒരു ഏരിയക്കകത്തായിരുന്നു നിഫ്റ്റി ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനകത്ത് ഏകദേശം ഈ ഒരു ഏരിയക്കകത്ത് തന്നെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ ഒരു മാർക്ക് ചെയ്തിരുന്ന ഒരു സോണിനകത്ത് തന്നെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ആ രീതിയിലാണ് നമുക്ക് മാർക്കറ്റിനകത്ത് റിയാക്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ മാർക്കറ്റിലേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം.
ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിക്കകത്ത് നമ്മൾ നാളത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒരു നോ ട്രേഡ് സോണായിട്ട് നമുക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ രണ്ട് ലൈൻസിനകത്തല്ല 47 47 വരുന്ന ഈ ഒരു ഏരിയക്കകത്താണ് ഇന്ന് മാർക്കറ്റ് ഏകദേശം ഇന്നത്തെ സമയം ഏകദേശം മാർക്കറ്റ് ഇന്നലെ മുതൽ ഒരു കൺസോൾട്ടേഷൻ പോലെ നടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയക്കകത്താണ് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ടൈപ്പിനകത്ത് ഇന്ന് വന്നിരുന്നത്. സോ ആ ഒരു ഏരിയ ഒരു നോ ട്രേഡ് സോണായിട്ട്, കാരണം അധികം മൂവ്മെൻറ്റ്സോ കാര്യങ്ങൾക്കോ ചാൻസ് ഇല്ലാത്ത രീതിയിൽ നാളെ ഒരു ക്ലോസ് എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് രാവിലെ കിട്ടിയിട്ടില്ലെങ്കിൽ ഓപ്ഷൻ ബയേഴ്സിൻ്റെ എല്ലാം ക്യാപിറ്റൽ മെൽറ്റ് ആവുന്ന ഒരു ടൈം ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സെല്ലേഴ്സും കാര്യങ്ങളും കൺസിഡർ ചെയ്യുന്ന സംഭവം അത് തന്നെയായിരിക്കും. മാക്സിമം ആഫ്റ്റർനൂൺ സെക്ഷൻ വരെ മാർക്കറ്റ് ഒരു സ്ലോ മൂവ്മെൻറ്റ് ഒരു കൺസോൾട്ടേഷൻ കൊടുത്തതിന് ശേഷം ആഫ്റ്റർനൂണിൽ വരുന്ന രീതിയിലായിരിക്കും. മോർണിംഗിൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവും മാർക്കറ്റ്. സോ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾ നോക്കുക, ഒരു ഫേക്ക് ബ്രേക്കൗട്ട് തരാനും സാധ്യതയുണ്ട്. ഫേക്ക് ബ്രേക്കൗട്ട് തന്നിട്ട് സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് ടാർഗറ്റ് ഉണ്ടാകുന്ന ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ എടുത്തിട്ട് മാർക്കറ്റ് താഴേക്ക് പോരാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് കൺസോൾട്ടേഷൻ വരാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇത്രയും ഇന്നലെ ഏകദേശം സമയം ഉച്ചയ്ക്ക് ശേഷം മുതൽ കൺസോൾട്ടേഷൻ ചെയ്തിരിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഈ ഒരു ഏരിയക്കകത്ത് നിൽക്കുന്നുണ്ട്. ഇന്നലെ 2 മണി സമയം മുതൽ ഈ ഒരു ഏരിയക്കകത്ത് മാർക്കറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ബയേഴ്സ് എല്ലാവരും ഇതിന് മുകളിലേക്കൊരു 5 മിനിറ്റ് സ്കാനിലൊക്കെ ക്ലോസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം സ്വാഭാവികമായിട്ട് ക്ലോസിംഗ് കൂടി ആയതുകൊണ്ട് നല്ല രീതിയിൽ ഓപ്ഷൻ സെല്ലേഴ്സ് പ്ലേ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന് മുകളിലേക്ക് കയറി താഴെ വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകാം. ഏതായാലും ഇതിനകത്ത് നല്ലൊരു ക്ലോസിംഗ് കിട്ടി, ഇവിടുന്ന് ഒരു റീടെസ്റ്റ് കിട്ടി, ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു എൻട്രി ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. നോർമൽ കേസിനകത്തുള്ള ഒരു സംഭവത്തിനകത്ത് ഇതിനകത്ത് മുകളിലേക്ക് കയറി ഒരു റീടെസ്റ്റ് കിട്ടി അതിന് ശേഷമുള്ള ഒരു സംഭവത്തിന് മാത്രമേ എൻട്രിക്ക് ഞാൻ സ്കോപ്പ് കൊടുക്കുന്നുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബ്രേക്കൗട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സിയുടെ കേസിലാണെങ്കിൽ ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ പോലും താഴെ വന്ന് റീടെസ്റ്റ് എടുത്തതിന് ശേഷം, കാരണം അത്യാവശ്യം നല്ല സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഈ സംഭവത്തെ കഴിഞ്ഞ ദിവസം മുതൽ ഫേസ് ചെയ്യുന്നതായതുകൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇത് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പ്രീവിയസ് ഡേയ്സിനകത്തൊക്കെ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് സപ്പോർട്ടും എടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ എല്ലാം കാണാം റെസിസ്റ്റൻസ് സപ്പോർട്ടും എടുത്ത് വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് സംഭവങ്ങൾ. സോ അതിനെ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറി ഒരു റീടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് ഒരു തൊട്ട് താഴെയുള്ള ലെവൽസ് ഒരു സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഒരു എൻട്രിയിലേക്ക് നോക്കുകയുള്ളൂ. അതല്ലാത്ത രീതിയിൽ കൺസിഡർ ചെയ്യുന്നില്ല. രാവിലത്തെ കേസിനകത്തിന് മുകളിലേക്കൊരു അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പ് കിട്ടി റീടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം. അതുപോലെ തന്നെ ഇതിന് താഴേക്കുള്ള സംഭവങ്ങളാണെങ്കിലും ഈ ഒരു രീതിക്കകത്ത് തന്നെ താഴേക്ക് വന്ന് ഇവിടെ റീടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു എൻട്രി ആണെങ്കിലും കൺസിഡർ ചെയ്യുന്ന സംഭവം ആ രീതിയിൽ നോക്കുന്നുള്ളൂ. താഴേക്ക് വന്ന് ഗ്യാപ്പ് ഡൗണിലോ ഏത് രീതിയിലാണെങ്കിലും ഇതിന് താഴേക്ക് വന്ന് ഇവിടെ റീടെസ്റ്റ് എടുത്ത് താഴേക്ക് പോകുന്ന രീതിയിൽ സമയത്താണെങ്കിൽ 47,441 ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രിക്കും ചാൻസ് ഉണ്ട്. ആ രീതിയിൽ കരുതുന്നുള്ളൂ. പിന്നെ നമ്മൾ നോക്കുന്ന കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഫോം ആവുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൺഫേംഡ് അല്ല, നാളത്തെ ഒരു സംഗതി കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഫോം ആവുന്നതും കൂടി നമുക്ക് കാണാം. സോ ഇതിനകത്തൊരു കൺസോൾട്ടേഷൻ ഒരു എൻട്രിയുടെ സംഭവങ്ങളോ എൻട്രിക്കുള്ള സംഭവങ്ങളോ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു കൺസോൾട്ടേഷൻ സംഭവങ്ങൾ ഒരു ഇത് കാണുന്നുണ്ട്. നാളത്തെ രാവിലത്തെ മാർക്കറ്റിന് ശേഷം ഇതിനകത്ത് താഴെ വന്ന ശേഷം ഒരു എൻട്രിക്ക് ഒരു കൺസോൾട്ടേഷൻ ലെവലിനകത്ത് ഇവിടെ വന്ന് ഇതിന് മുകളിലേക്ക് കയറി റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു എൻട്രിക്കുള്ള ഒരു ചാൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വീണതിന് ശേഷം റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഇത് ഒരു ബ്രേക്കൗട്ടിലേക്ക് സപ്പോർട്ടായി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇതിന് താഴത്തേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു റീടെസ്റ്റ് ഈ ഒരു ലൈനിനകത്ത് കിട്ടുന്ന കേസാണെങ്കിൽ നോക്കേണ്ടതാണ്. കാരണം ഇവിടെ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് 2 തവണ ടച്ച് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്കൊരു ക്ലോസ് ചെയ്ത് ഇവിടെ വീണ്ടും ഒരു റീടെസ്റ്റ് കിട്ടുന്ന കേസിലാണെങ്കിൽ നമുക്കൊരു കൺഫേം ചെയ്യാം. അത് ഇതേ സെയിം എക്സാക്ട് ലെവലിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി കൺഫർമേഷൻ വരാം. ഇത് 2 സപ്പോർട്ട് കിടക്കുന്നുണ്ട് ഇവിടെ. ആ രീതി തന്നെ ഇവിടുന്ന് താഴേക്ക് വന്നതിന് ശേഷം ഈ ഒരു എക്സാക്ട് പ്ലേസിനകത്ത് സപ്പോർട്ടും ആ ട്രെൻഡ് ലൈനും വരുന്ന രീതിയിലാണെങ്കിൽ നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. താഴേക്ക് പോരുന്ന രീതിയിൽ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് എടുക്കേണ്ടതാണ്. അത് നാളത്തെ ഒരു ബാങ്ക് നിഫ്റ്റിക്കകത്തുള്ള ട്രേഡ് എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ് ഞാൻ. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കേസും കൂടി നമുക്ക് നോക്കാനുണ്ട്. നമ്മളൊരു ഫിബ് റീട്രേസ്മെൻറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ മുതൽ ലോ വരെ ഒരു ഫിബ് റീട്രേസ്മെൻറ്റ് ഒന്ന് നമ്മൾ ഡ്രോ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ട് നമ്മൾ ഇതുവരെ ഒരു ഡ്രോ ചെയ്തെടുക്കുകയാണെങ്കിൽ
നമുക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സപ്പോർട്ടായിരുന്നു, നമുക്കിപ്പം അത് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. 0.236 അതിനകത്ത് നമുക്ക് കാണാം, 1-2 തവണ നമുക്കിവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് കാണാം. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 0.382 ഇവിടെ വരുന്നുണ്ട്. അതേത് രീതിയിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുള്ള കാണാം. അതുപോലെ തന്നെ 0.5 അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ഒരു ലെവൽ കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുകളിലേക്കുള്ള റാലി സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന 0.5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ആ ഒരു 0.5 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് 48,470 എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലെവൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് ബോൾഡ് ചെയ്യുകയാണ്. കാരണം അത് 0.5 ഇപ്പം വന്നിരിക്കുന്ന ഡൗൺ ട്രെൻഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് ഒന്നുകൂടി ബോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ലെവലായിട്ട് അത് റിയാക്ട് ചെയ്യും. സോ ആ ഒരു ഏരിയ അതിനകത്ത് കയറി കഴിഞ്ഞാൽ 48,470 കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റാലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ വരുന്ന 0.382 എന്ന് പറയുന്ന ലെവൽ, ആ ഒരു ലെവൽ ഏകദേശം വരുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ 48, 114, 116 റേഞ്ചിലാണ് വരുന്നത്. സോ അത് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലും കൂടി നമ്മൾ നാളത്തെ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് ആ ഒരു ലെവലും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് നമ്മൾ നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്ന് ലാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 22,202 സപ്പോർട്ട് എടുത്തു, ഇതിന് മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഒരു നെക്സ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് ഞാൻ കാണുന്നത് 22,366 22,366 മുതൽ 22,421 വരെയുള്ള ആ ഒരു ഏരിയ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ കുറേ സമയം മാർക്കറ്റ് കൺസോൾട്ടേഷൻ എടുത്ത് നിൽക്കുകയോ കാര്യങ്ങളോ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഈ സമയത്ത് നമുക്ക് നോക്കി കാണാം ഇവിടെ മുതൽ 2 ദിവസം ഏകദേശം അവരിക്കകത്തുനിന്നാണ് വീണ്ടും ഇവിടെ മുകളിലേക്ക് കയറി സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയാണ്. ഇവിടെ നോക്കിയാലും കാണാം നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ആ ഒരു ഏരിയ. സോ ആ ഒരു ഏരിയ നമുക്ക് കാര്യമായിട്ട് നോക്കാം. ഇന്ന് വന്നിരിക്കുന്ന രീതിയിൽ ഇന്നും ഇന്നലെയായിട്ട് വന്നിരിക്കുന്ന ഒരു കൺസോൾട്ടേഷൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. അപ്പോൾ നാളത്തെ ഒരു കേസിനകത്ത് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു ട്രെൻഡ് ലൈൻ ഫോം ആവുന്നത് നമുക്ക് ഇതിനകത്തും കാണാവുന്നതാണ്. നമ്മളൊരു 5 മിനിറ്റ് സ്കാനിൽ എടുത്തൊരു 5 മിനിറ്റ് സ്കാനിനകത്ത് എടുത്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒരു ട്രെൻഡ് ലൈൻ ഇതിനകത്തും ഫോം ആവുന്നുണ്ട്. സോ അത് ഏത് രീതിയിലാണ് നാളത്തെ മാർക്കറ്റിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നാളെ നോക്കി ഒന്ന് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ട്രെൻഡ് ലൈനിൽ ഫോളോ ചെയ്തിട്ടാണ് ഇപ്പം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഇതാവുന്നത്. സോ നാളത്തെ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സംഭവങ്ങൾ ആ ഒരു ട്രെൻഡ് ലൈനും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നാളെ നിഫ്റ്റിക്കകത്തൊരു സംഭവം ഇതാക്കുന്നത്. ഒന്ന് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് കയറി തിരിച്ച് ഇവിടെ റീടെസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ശേഷം നമുക്ക് 22,368 ഒരു ടാർഗറ്റായി വെച്ചിട്ട് ഒരു CE ഓപ്ഷൻ കാണാവുന്നതാണ്. അതല്ല മാർക്കറ്റ് താഴേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇതിന് താഴത്തേക്ക് വന്നതിന് ശേഷം ഒന്നുകിൽ ഇതിനകത്ത് കിട്ടുകയാണെങ്കിൽ ഈ ഒരു 22,192 അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈനകത്തോ സപ്പോർട്ട് കിട്ടി ഈ ഒരു ലൈന് കൂടി ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ ഒരു PE എൻട്രിക്ക് നമുക്ക് സ്കോപ്പ് ഉണ്ട്. നാളത്തെ മാർക്കറ്റിനെ നമ്മൾ നോക്കി കാണേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഒരു മോർണിംഗ് സെഷനിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കൺസോൾട്ടേഷൻ പോലെ ആയിരിക്കും ഉച്ചവരെ ഉണ്ടാവുക. സോ നിഫ്റ്റി കൂടി ആ ഒരു ലെവലിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ നാളെ ഓപ്ഷൻ ബയേഴ്സിന് കുറച്ചുകൂടി റിസ്ക് ആയിരിക്കും. സോ ആ ലെവൽസും കാര്യങ്ങളും എങ്ങനെ മാർക്കറ്റിനകത്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും നോക്കേണ്ടി വരും. ഇത്രയാണ് നമുക്ക് നാളത്തെ കേസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. 22,421 കഴിഞ്ഞാൽ പിന്നീട് എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ 22,591. സോ നാളെ അത്രയും പോകുന്നുള്ള രീതിയിൽ ഞാൻ ഇത് കാണുന്നില്ല. കാരണം ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൂവ്മെൻറ്റ് തരുന്നുണ്ടെങ്കിൽ മാത്രമേ അത്രയൊക്കെ നിഫ്റ്റിക്കും കയറാനുള്ള സ്കോപ്പ് ഉണ്ടാവുള്ളൂ. സോ ഏത് രീതിയിൽ നാളെ റിയാക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നാളത്തെ ആഫ്റ്റർ മാർക്കറ്റിന് ശേഷം നമുക്ക് നോക്കാം.